എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ എങ്ങനെയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. നമ്മൾ കടകളിലൊക്കെ പോയി കഴിക്കുമ്പോൾ മസാല ദോശ നല്ല ക്രിസ്പി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് കിട്ടണമെങ്കിൽ അതിൽ എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം. കുറച്ചൊന്നുമില്ല, ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് വളരെ ക്രിസ്പി ആയിട്ടുള്ള ദോശ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു മസാല ദോശ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള അരി ഉഴുന്ന് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് ഉഴുന്നാണ്. ഇതുപോലെ ഒരു കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇത് 240 ml ഒരു കപ്പാണ്. 3/4 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉഴുന്നെടുക്കുമ്പോൾ പിളർന്നതോ അല്ലാത്തതോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അരി വേണം. അരി എന്ന് പറയുമ്പോൾ പച്ചരിയാണ്. പച്ചരിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി അരിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ടൈപ്പിലുള്ള ഇഡ്ഡലി അരിയാണ്. ഇത് 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇഡ്ഡലി അരി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ദോശ റൈസോ അല്ലാന്നുണ്ടെങ്കിൽ പച്ചരി എന്ന് പറഞ്ഞ് നോർമലായിട്ട് കിട്ടുന്ന പച്ചരിയോ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. ഇനി ഈ ഒരു ദോശ നല്ല ക്രിസ്പിയായി വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് എന്ന് പറയുമ്പോൾ കടലപ്പായസമൊക്കെ വെക്കുന്ന ആ ഒരു ചന്നാദാലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു അരി ഉഴുന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊരു 4 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരിയും ഉഴുന്നും ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സെപ്പറേറ്റ് ആയിട്ട് അരച്ച് എടുക്കണം. സെപ്പറേറ്റ് ആയിട്ട് കുതിർക്കാനിടണം. ഇനി ഇതിലേക്ക് നമുക്ക് ചോറോ അല്ലാന്നുണ്ടെങ്കിൽ കുതിർത്ത അവിലോ വേണം. അവിലെന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് അവൽ നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. വെള്ള കളറിലുള്ള അവലാണ്. വെള്ളയോ ചുവന്ന കളറിലോ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് ദോശമാവിൻ്റെ പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഉഴുന്നും അതുപോലെ തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന അവലിൻ്റെ പകുതിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അവൽ ഒട്ടും നിർബന്ധമില്ല. എൻ്റെ കയ്യിൽ അന്ന് ചോറ് വേവിച്ചതില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ ചോറ് ചേർത്താലും മതി. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഈ ഒരു ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ച ഉഴുന്ന് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതേപോലെ തന്നെ നമ്മൾ പച്ചരിയും അതുപോലെ ബാക്കിയുള്ള അവലും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ജാറാണ് മിക്സിയുടെ. അപ്പം നമുക്ക് 2 തവണകളായിട്ട് ഇത് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഈ നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു കളറും ഒക്കെ കിട്ടാൻ നമ്മൾ ഈ ഒരു ചോറും അവലും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ദോശയ്ക്ക് നല്ലൊരു കളറും അതുപോലെ നല്ലൊരു മയവും കിട്ടും. അതിനാണ് നമ്മൾ ചോറും അവലും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അവൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി നിങ്ങൾ അരയ്ക്കുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മിക്സി ഓഫാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പച്ചരിയിൽ ഒരുപാടൊന്നും വെള്ളം കൂടി പോരുത്. എന്നാൽ ഇത് ഒരുപാട് ലൂസും ആയത് ഒരുപാട് കട്ടിയായത്. ഈ ഒരു പരുവത്തിൽ നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 8 മണിക്കൂറെങ്കിലും പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മളിതിപ്പോൾ രണ്ടും കൂടെ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാനായിട്ട്. മിക്സ് ആക്കാതെ നിങ്ങളിത് മാറ്റി വെക്കരുത്. അതുപോലെ ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങിയിരിക്കും. ഇനി തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ചെറിയ ചൂടായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഓണാക്കി വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു പാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ദോശയാക്കി എടുക്കാം. ഇനി ഈ ഒരു ദോശമാവ് വെച്ചിട്ട് നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും തയ്യാറാക്കാം. അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ദോശയും തയ്യാറാക്കാം. ഒരുപാട് അങ്ങിട്ട് ഇളക്കി ആ ഒരു ഫ്ലഫ്നെസ് കളയരുത്. ജസ്റ്റ് ഒന്ന് ഉപ്പൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ മതിയാകും. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. ഓയിൽ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കടലപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. വറ്റൽമുളകിന് പകരം ഞാനിവിടെ ക്രഷ്ഡ് ചില്ലിയാണ്, അതായത് വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തത് നമുക്ക് വാങ്ങിക്കാനായിട്ട് ഇട്ടാൽ അതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം.
ഇഞ്ചി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. ഇഞ്ചി ചേർത്തില്ലെങ്കിൽ പച്ചമുളകും നന്നായിട്ട് കൂട്ടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും ഒരു ചെറിയൊരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് ഇതങ്ങ് ബ്രൗൺ ആക്കിയൊന്നും വഴറ്റണ്ട. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. വഴറ്റുന്നതിന് മുൻപായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു മസാലയിൽ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാമെന്നാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ വേണ്ട, 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവ് മതി. ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ മഞ്ഞപ്പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഒന്ന് ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഉടച്ച് കളയരുത്, ചെറുതായിട്ടൊരു കട്ടകൾ വേണം. ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ പ്രഷർ കുക്കറിലിട്ട് ഒരു വിസിൽ അടുപ്പിച്ചാൽ നന്നായിട്ടിത് വെന്ത് കിട്ടും, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട്. അതുപോലെ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേവിക്കുകയാണെങ്കിൽ നന്നായിട്ടിത് വെന്ത് കിട്ടും. ഇനി ഈ ഒരു മസാലയിലേക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തമിഴ് സ്റ്റൈലിലുള്ള ഹോട്ടലുകളിൽ നിന്നൊക്കെ ആ ഒരു മസാല ദോശ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മല്ലിയില ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അപ്പോൾ നമുക്കിത് ദോശയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഞാൻ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് മാവൊഴിച്ച് കൊടുക്കരുത്, കുറച്ച് വെള്ളവും തളിച്ചതിന് ശേഷം നമ്മൾ മാവൊഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ടിത് പരത്താനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ടത് പരത്താനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തൂക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു തയ്യാറാക്കിയ മസാല ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് വേണം ഇത് ഫോൾഡ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു ദോശ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ടെക്സ്ചറിൽ ഈ ഒരു ദോശ ഉണ്ട്. അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. ഇനി നിങ്ങൾക്ക് മസാല ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഇങ്ങനത്തെ നെയ് റോസ്റ്റായിട്ടും ഈ ഒരു ദോശ മാവ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്